വയനാട് മുണ്ടക്കൈയിൽ വീണ്ടും മണ്ണിടിഞ്ഞതായ സൂചന. ബേലി പാലത്തിന് സമീപത്തെ പുഴയിൽ കനത്ത കുത്തൊഴുക്കാണ്. നമുക്കറിയാം, മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന്റെ ഓർമ്മകൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതിനിടയിലാണ് കനത്ത ഒഴുക്കിപ്പോൾ പ്രകടമാകുമ്പോൾ അത് ഏതെങ്കിലും നിലയിലൊരു അപകട സാധ്യതയുണ്ടോ എന്ന ആശങ്ക സ്വാഭാവികമായിട്ടുണ്ട്. വലിയ ഒഴുക്കാണ് ഇപ്പോൾ പുഴയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടാണ്. പുഴ രണ്ടായി പിരിഞ്ഞാണ്, അവിടെ അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. രണ്ടായി പിരിഞ്ഞാണ് പോകുന്നത്. വലിയ അപകടമുണ്ടാക്കുന്ന തരത്തിലായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ മുകൾ ഭാഗത്ത് മലയിൽ എവിടെയെങ്കിലും മണ്ണിടിഞ്ഞോ എന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കമൽ വിവരങ്ങളുമായിട്ട്. കമൽ, ഇത് എപ്പോൾ മുതലാണ് ഇങ്ങനെ ഒരു കുത്തൊഴുക്ക് വന്നു തുടങ്ങിയത്? ഇപ്പോഴും മഴ തുടരുകയാണോ? എന്തെങ്കിലും സൂചനയുണ്ടോ എവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ടാകാമെന്നത്? ദിവിഷ്, 8-ാം നമ്പറിന്റെ ഭാഗത്ത് നിന്ന് മരങ്ങളൊക്കെ ഒഴുകി വരുന്നതായി പറയുന്നുണ്ട്. ആ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലോ പൊട്ടലോ ഉണ്ടായതായി സൂചനയുണ്ട്. തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്ക് പോയിട്ടുണ്ട് ആ ഭാഗത്തേക്ക്. അതുപോലെ അട്ടമലയിലേക്ക്, ബേലി പാലം കടന്ന് നമ്മൾ മുണ്ടക്കൈക്ക് പോകാതെ ഇടത്തോട്ട് പോകുന്ന അട്ടമല റോഡ് വെള്ളത്തിൽ മുങ്ങിയതായി പറയുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ തോട്ടത്തിൽ തൊഴിലാളികളുണ്ട്. അവരെ ഇപ്പോൾ മാറ്റാനുള്ള നീക്കം വേണ്ടിവരും. ജില്ലാ ഭരണകൂടം ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത് ഈ പുഴയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഇട്ട മണ്ണ് ഒലിച്ചതാണെന്നാണ്. ഉരുൾപൊട്ടൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട് വയനാടിന്റെ പല ഭാഗങ്ങളിലും. ഇന്ന് യെല്ലോ അലർട്ട് മാത്രമാണ് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ യെല്ലോ അലർട്ടിന് സമാനമായ ഒരു മഴയല്ല രാവിലെ മുതൽ പെയ്യുന്നത്. കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റ് പ്രദേശങ്ങളിൽ ഇത്രയും കനത്ത മഴ പെയ്യുമ്പോൾ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ മഴയുടെ ശക്തി അതിലും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു നിൽക്കുന്ന മണ്ണോ പാറയോ ഒക്കെ ഒലിച്ചു വന്നതാണോ എന്നൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പുഴയിൽ കുത്തൊഴുക്കുണ്ട്. ഈ മണ്ണ് കലങ്ങിയാണ് ആ പുഴ വരുന്നത്. ചിലയിടങ്ങളിൽ മരങ്ങളൊക്കെ മുണ്ടക്കൈ LP സ്കൂളിന് സമീപത്തൊക്കെ ഒഴുകി വന്നതായി പറയുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും ലഭ്യമാക്കാനാകും. കമൽ, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? അതോ അന്നത്തെ ആ അപകടശേഷമുണ്ടായ പുഴ വളരെ വീതി കൂടിയിരുന്നല്ലോ, അത്രയും ഭാഗത്തൂടെ തന്നെയല്ലേ ഇപ്പോഴും വെള്ളം ഒഴുകുന്നത് അല്ലേ? പുഴയിലൂടെ തന്നെയാണ് വെള്ളം ഒഴുകുന്നത്. പക്ഷേ ഈ അട്ടമല ഭാഗത്ത് ചിലയിടത്ത് ഒരു ഭാഗത്ത് റോഡിൽ വെള്ളം കയറി എന്ന് പറയുന്നു. പക്ഷെ നവീകരണം ആ ഭാഗത്തേക്ക് പൂർണ്ണമായും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കൂടിയപ്പോൾ ഒരുപക്ഷെ വീതി കുറഞ്ഞ ഭാഗത്ത് വെള്ളം കൂടിയതാകാം. എന്തായാലും ഈ ഭാഗത്തൊന്നും സ്ഥിരതാമസക്കാർ ഇപ്പോഴില്ല. ബേലി പാലത്തിന് അപ്പുറത്ത് ഇപ്പോഴാരും താമസിക്കുന്നില്ല. പക്ഷേ ഈ രാവിലെ ഏലത്തോട്ടത്തിലോ തേയിലത്തോട്ടത്തിലൊക്കെ പണിക്ക് പോയ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. മറ്റാരും ആ പ്രദേശത്തെ വീടുകളിലൊന്നും ആളുകളില്ല. ദിബീഷ്.